കൂട്ടുകാരെ, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 2025 പുതിയ ഇംഗ്ലീഷ് പാഠപുസ്തകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. SSLC അഥവാ സ്റ്റാൻഡേർഡ് 10th ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് എന്താണ് ആദ്യത്തെ യൂണിറ്റിൽ നമ്മോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര്, ട്രയൽസ് ആൻഡ് ട്രൈംസ്. കണ്ടോ, ട്രയൽസ് എന്ന് പറഞ്ഞാൽ ശ്രമങ്ങൾ എന്ന അർത്ഥത്തിനാണ്. ട്രയൽസ് ആൻഡ് ട്രൈംസ്. ട്രൈംസ് എന്ന് പറഞ്ഞാൽ വിക്ടറിയാണ്. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി. ഒരാൾക്ക് ശരിയായി കാണാൻ കഴിയുന്ന ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. അവന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ശരിയായി കാണാൻ കഴിയുന്ന ഒരു ഹൃദയം കൊണ്ട് മാത്രമാണ് കാണാൻ കഴിയുന്നത്. സോ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ഐസ് കൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷേ ഹൃദയം കൊണ്ട് കാണാൻ കഴിയും. ഇതിന് ഒരു വളരെ വലിയൊരു മീനിങ് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടോ നിങ്ങൾ? ഒരുപാട് പൊളിഞ്ഞ കെട്ടിടങ്ങൾ, അതിനിടയിൽ ആ ഒരു കുട്ടി ഒരു വെളുത്ത പ്രാവിനെ കയ്യിലേന്തി നിൽക്കുകയാണ്, അഥവാ സമാധാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തരുന്ന ചിത്രം ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രശ്നം നടന്നൊരു സ്ഥലത്തിൻ്റെ ഒരു പ്രതീതിയാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? അപ്പോൾ ഒരു പ്രശ്നങ്ങൾക്ക് നടുവിലും സമാധാനം കൊണ്ടുവരിക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്നതല്ല. ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് നടുവിൽ ആളുകളെ ചേർത്ത് പിടിക്കുക. ഇവിടെ കണ്ടോ, ഒരുപാട് ആളുകൾ കൈകൾ ചേർത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ? ഒരു 3-4 കൈകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടെയെല്ലാം പച്ചിലകളും കാണാം. സോ എത്ര പ്രശ്നങ്ങളുണ്ട് എങ്കിലും അവിടെ നമുക്ക് ആളുകളെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് നന്മകൾ കൊണ്ടുവരാൻ കഴിയും. അവിടെയെല്ലാം സ്നേഹത്തിൻ്റെ പച്ചിലകൾ മുളപ്പിക്കാൻ നമുക്ക് കഴിയും. ഇതാണ് ഈ ഒരു പാഠത്തിലൂടെ പങ്കുവെക്കുന്നത്. ഓക്കെ അല്ലേ? സോ ലെറ്റ്സ് ലോഗിൻ. ഇത് നമ്മുടെ യൂണിറ്റിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ പറയാണ്. There is no sun without shadow. നിഴലുകളില്ലാത്ത സൂര്യനില്ല. എല്ലാ സൂര്യനും നിഴലുണ്ട്. നമുക്ക് ആകെ ഒരു സൂര്യനെ നിലവിലുള്ളൂ, അല്ലേ? സൂര്യന് സമാനമായിട്ടുള്ള മറ്റ് സ്റ്റാർസ് ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സൂര്യനേ ഉള്ളൂ, അല്ലേ? സോ എല്ലാ സൂര്യനും നിഴലുകളുണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. അതുകൊണ്ട് തന്നെ രാത്രിയെ അറിയുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ സൂര്യന് നിഴലുണ്ട്, അതിനർത്ഥം രാത്രി എന്തായാലും ഉണ്ടാവും. അപ്പോൾ രാത്രിയെ തിരിച്ചറിയുക പ്രധാനമാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ? ഇവിടെ സണ്ണും ഷാഡോവും കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രോസ്പെരിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല കാലങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഷാഡോ അഥവാ അഡ്വേഴ്സിറ്റി ഉണ്ടാകും. മോശമായിട്ടുള്ള സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല, സന്തോഷവും സങ്കടവും ഉണ്ടാകും. സോ വാട്ട് ഡസ് ദ നൈറ്റ് റെപ്രസെൻറ്റ്? അപ്പോൾ ഇവിടുത്തെ നൈറ്റിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളാണ്. സങ്കടങ്ങളാണ്. അല്ലെങ്കിൽ മനുഷ്യനിൽ നന്മ മാത്രമല്ല തിന്മയും ഉണ്ടാകും, അല്ലേ? അല്ലെങ്കിൽ തിന്മ, സങ്കടം അല്ലെങ്കിൽ തിന്മ എന്നൊക്കെ നമുക്ക് പേര് കൊടുക്കാം. സോ ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? എങ്ങനെയാണ് ഒരു നല്ല സമയവും ചീത്ത സമയവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ ഒരു നല്ല സമയം ഉണ്ട് എങ്കിൽ ഒരു ചീത്ത സമയവും ഉണ്ടാകുമെന്നാണ്, അല്ലേ? മിക്കവാറും നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്കൊരു നല്ല സമയം ഉണ്ട്. നമ്മളൊരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ. സോ നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. സോ നമുക്കിനി നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. കൈൻഡ്നസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ വേണ്ട 2 ക്വാളിറ്റീസ് ആണ് കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ ദയ എന്നാണ്. അല്ലേ? ദയ. ഞാൻ എല്ലാത്തിൻ്റെയും മലയാളം അവിടെ എഴുതുന്നില്ല, നിങ്ങൾക്കറിയാം. എംപതി എന്ന് പറഞ്ഞാൽ അനുകമ്പ. അപ്പോൾ ദയയും അനുകമ്പയും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും വേണ്ട
യോഗ്യതകളാണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അനിവാര്യമായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട ക്വാളിറ്റീസ് ആണ്. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. സോ ഇവിടെ കണ്ടില്ലേ വെളിച്ചം, അതേപോലെ പ്രതീക്ഷ. അപ്പോൾ വെളിച്ചം എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ ഒരു മെറ്റഫറായിട്ടാണ്, ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ക്ലേശകരമായിട്ടുള്ള ഇരുട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും നമ്മൾ വെളിച്ചം വീശാൻ, പ്രതീക്ഷ വീശാൻ സ്നേഹത്തിനും ദയയ്ക്കും അനുകമ്പയ്ക്കും എല്ലാം കഴിയും. അപ്പം എത്ര പ്രയാസമുണ്ട് എങ്കിലും കൈൻഡ്നസ്സും എംപതിയും ജീവിതത്തിൽ വെളിച്ചം വീശുവാൻ വേണ്ടി കഴിയും. അവർ സൊസൈറ്റി ടെൻഡ്സ് ടു ഐസൊലേറ്റ് ദ വൺസ് ഹു അപ്പിയർ ഡിഫറെൻറ്റ്. ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ ഒറ്റപ്പെടുത്താനുള്ള പ്രവണത കൂടുതലാണ്. വ്യത്യസ്തരെന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യലി ഏബിൾഡിനെയും നമുക്ക് പറയാം അല്ലേ. നമ്മുടെ ക്ലാസ്സിൽ ഭിന്നശേഷിക്കാരായ കൂട്ടുകാരുണ്ട് എങ്കിൽ നമ്മളെ പോലെ കാഴ്ചയോ അല്ലെങ്കിൽ കേൾവിയോ കൈകാലുകളോ ഒരു സാധാരണ മനുഷ്യനെ പോലെ പ്രവർത്തനക്ഷമമല്ലാത്ത കുട്ടികളുണ്ട് എങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. അവർ അങ്ങനെ ആകാനുള്ള ഉത്തരവാദി അവരല്ല അല്ലേ. അവർക്ക് എന്തോ ഒരു ദൗർഭാഗ്യം കാരണം ചില പോരായ്മകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവരെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല. അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അങ്ങനെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവർക്കും ഉപകാരമാണ്, നമുക്കും അതിലൂടെ പലതരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. Then especially those who are weak and vulnerable, പ്രത്യേകിച്ച് ദുർബലരും വൾനറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പരിക്കേൽപ്പിക്കാൻ പറ്റുന്ന ആളുകളെയാണ് വൾനറബിൾ എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പത്തിൽ അവരെ എന്ത് ചെയ്യാം, അറ്റാക്ക് ചെയ്യാം. അവരൊന്നും തിരിച്ചൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനത്തെ ആളുകളെ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി നമ്മുടെ നാടുകളിൽ, നമ്മുടെ ചുറ്റുപാടും കൂടുതലാണ്. We not always realize that even small acts of compassion can have a significant impact on many lives. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല, റിയലൈസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കമ്പാഷൻ എന്ന് വെച്ചാൽ കരുണ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കരുണയുള്ള ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ, സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ്, ആഘാതം, ഇമ്പാക്റ്റ്, ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാക്കാൻ കഴിയും എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും. നമ്മൾ ബസ്സിലിരിക്കുന്ന സമയത്ത് സുഖമില്ലാത്ത ഒരാൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുന്നു. അത് ഒരു പക്ഷേ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ അത് അയാളുടെ മനസ്സിലുണ്ടാക്കുന്നത് വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. നമുക്കും അത് കാരണമായിട്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. അപ്പം നമ്മുടെ ചാപ്റ്ററിലും ഈ ഒരു കാര്യമാണ് പറയുന്നത്. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ലോകം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്, നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ പേര് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. ഇനോമസ് എന്ന് പറഞ്ഞാൽ വെരി ബിഗ് എന്നാണ് അല്ലേ. വെരി ബിഗ്, വളരെ വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യന്റെ കഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസ്. ഈ അടുത്ത് മരണപ്പെട്ട 2014 മരണപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസ്. സോ നമ്മളെപ്പോഴും ഇംഗ്ലീഷിൽ ഒരു പാഠഭാഗം പഠിക്കുന്ന സമയത്ത് കഥയായാലും കവിതയായാലും ആദ്യം നമ്മൾ എഴുത്തുകാരനെ കുറിച്ചാണ് പഠിക്കേണ്ടത് അല്ലേ. എഴുത്തുകാരനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. സോ നമുക്ക് ആരാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസ് എന്ന് നമുക്ക് നോക്കാം. 2014 അദ്ദേഹം അന്തരിച്ച സമയത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അറിയാൻ കഴിയും. അപ്പം അത് ആവശ്യമുള്ളവർ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു പ്രൊഫൈല് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എബൌട്ട് ദ ഓതർ, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസ്. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1927 മുതൽ 2014 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ് കേട്ടോ. 1927 മുതൽ 2014. ഹി വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്. അദ്ദേഹം ഒരു കൊളംബിയൻ നോവലിസ്റ്റ് ആണ്. ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ 20th സെഞ്ച്വറി. 20ാം നൂറ്റാണ്ടിലെ തന്നെ മഹാനായ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെ വരും? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രൊഫൈൽ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട സാധനമാണ്. ഹി വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982.
1982 സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള എഴുത്തുകളാണ് കോളറ കാലത്തെ പ്രണയം. കേട്ടോ, കോളറ കാലത്തെ പ്രണയം എന്ന് മലയാള പരിഭാഷയിൽ നമ്മൾ പറയും. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. നോ വൺ റൈറ്റ്സ് ടു ദ കോണൽ. കേണലാണ് അല്ലെ, കൊളോണൽ എന്നാണ് എഴുതുന്നതെങ്കിലും വായിക്കുന്നത് കേണൽ എന്നാണ്. കേണൽ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കാം. നോ വൺ റൈറ്റ്സ് ടു ദ കേണൽ. കേണലിലേക്ക് ആരും കത്തെഴുതുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിവരം അറിയിച്ചുകൊണ്ട് ആരും എഴുതുന്നില്ല. ദെൻ 100 years ഓഫ് സോളിറ്റ്യൂഡ്. ഇതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ഏറ്റവും വായിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ നോവലാണ് കേട്ടോ. 100 years ഓഫ് സോളിറ്റ്യൂഡ്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്നാണ് അതിന്റെ പേര്. അതിന്റെയൊക്കെ ട്രാൻസ്ലേഷൻ ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിലൊക്കെ ഉണ്ടാവും. ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമൊക്കെ ഉണ്ടാവും. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. നമ്മുടെ കാലത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് അദ്ദേഹം. ദെൻ അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ ഈ ഒരു സ്റ്റോറി നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകത മാജിക്കൽ റിയലിസം ആണ് കേട്ടോ. മാജിക്കൽ റിയലിസം. എന്താണ് മാജിക്കൽ റിയലിസം? മാജിക് എന്ന് പറഞ്ഞാൽ ഒരു തരം കൺകെട്ടാണ് അല്ലെ. റിയലിസം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം. അപ്പൊ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി അഥവാ യഥാർത്ഥ ലോകത്തോടൊപ്പം കുറച്ച് മാജിക്കൽ എലമെന്റ്, നമുക്ക് യഥാർത്ഥ ലോകത്ത് കാണാൻ കഴിയാത്ത മാജിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ യുണീക് നറേറ്റീവ് സ്റ്റൈൽസ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി. അവസാന നൂറ്റാണ്ടിലെ അഥവാ 20ാം നൂറ്റാണ്ടിലെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കഥ പറയൽ രീതിയാണ്. നറേറ്റീവ് എന്ന് പറഞ്ഞാൽ കഥ പറയൽ രീതിയാണ്. Many Latin American writers like Gabriel Garcia Marquez and others such as Salman Rushdie, Angela Carter have contributed to the genre. ഇതേ മാജിക്കൽ റിയലിസം അനുസരിച്ച് എഴുതുന്ന മറ്റു ചില എഴുത്തുകാരാണ് സൽമാൻ റുഷ്ദിയും ആഞ്ചല കാർട്ടറും. വർക്ക്സ് ഇൻ ജോണർ depict the real world with an undercurrent of magic or fantasy. ഇത്തരം കഥകളുടെ പ്രത്യേകത യഥാർത്ഥ ലോകത്തായിരിക്കും ഈ കഥ നടക്കുന്നത് യഥാർത്ഥ ലോകത്തിലായിരിക്കും, നമ്മൾ ഇന്ന് ജീവിക്കുന്ന യഥാർത്ഥ ലോകത്തിലായിരിക്കും. പക്ഷേ അവിടേക്ക് ചില മാജിക്കൽ എലമെന്റ്, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത മാജിക്കുകളിൽ മാത്രം അല്ലെങ്കിൽ കാർട്ടൂണുകളിൽ മാത്രം, മായാജാല കഥകളിൽ മാത്രം കാണുന്ന കുറച്ച് എലമെന്റ് കൂടി ഉണ്ടാകും. അപ്പോൾ റിയൽ വേൾഡിനോടൊപ്പം ഒരു മാജിക്കൽ എലമെന്റ് കൂടി, ഫാന്റസി കൂടി ആഡ് ചെയ്യുന്ന ഒരു ജോണറാണ് മാജിക്കൽ റിയലിസം. Like fairy tales, works of magical realism blur the line between fantasy and reality. ഇപ്പോൾ മായാജാല കഥകൾ അല്ലെങ്കിൽ ഫെയറി ടൈൽസ് പോലെ തന്നെ യഥാർത്ഥത്തിൻ്റെയും കെട്ടുകഥകളുടെയും ഇടയിലാണ് ഈ ഒരു മാജിക്കൽ റിയലിസം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെപ്പോലുള്ള ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ഒരിക്കലും കേട്ട് പരിചയമില്ലാത്ത മാജിക്കൽ എലമെന്റ്സും ഉണ്ടാകും. ഇതാണ് മാജിക്കൽ റിയലിസം. അപ്പോൾ മാജിക്കൽ റിയലിസം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ടാവും കേട്ടോ. നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നുണ്ടോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനുണ്ടാവും. ഇപ്പോഴേ ഓർത്ത് വെച്ച് പോവുക. സോ നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. അപ്പോൾ ഇനി ടൈറ്റിൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ സംശയം അങ്ങോട്ട് പോകും. ചിറകുള്ള മനുഷ്യരുണ്ടോ? ചിറകുള്ള മനുഷ്യരില്ല. ഇത് മാജിക്കൽ റിയലിസം ആണ്. അപ്പോൾ റിയൽ വേൾഡിലെ കാര്യങ്ങളോടൊപ്പം കുറച്ച് മാജിക്കൽ എലമെന്റ് കൂടി അദ്ദേഹം ആഡ് ചെയ്യുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു മനുഷ്യൻ കിടക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു പക്ഷെ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് മറങ്ങിരിപ്പുണ്ടാവും അല്ലേ. എന്തായാലും ഒരു പിക്ചർ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ഉച്ച സമയമായിട്ടും വെളിച്ചം കുറവാണ്. സാധാരണ ഉച്ചയ്ക്ക് നല്ല വെളിച്ചം ഉണ്ടാവും, അന്ന് ഉച്ച സമയമായിട്ടും വെളിച്ചം നല്ല കുറവാണ്. വെൻ പെലയോ എങ്ങനെയും വായിക്കാം കേട്ടോ. പെലയോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. പെലയോ, അപ്പോൾ അതെ, നമ്മുടെ കഥയിലെ ഒന്നാമത്തെ ക്യാരക്ടറാണ് പെലയോ. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. It was hard for him to see what was moving and groaning in the rear of the courtyard. അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ പറമ്പ് എന്ന അർത്ഥത്തിന് കേട്ടോ. പറമ്പിന് പുറകിൽ, റിയർ എന്ന് പറഞ്ഞാൽ ബാക്ക് ആണ്. പറമ്പിന് പുറകിൽ എന്തോ ഒന്ന് നീങ്ങുകയും
മുരളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രോണിംഗ് എന്ന് പറഞ്ഞാൽ മുരളുക, മുരൾച്ചയും എന്തോ ഒന്ന് നീങ്ങുന്ന ശബ്ദവും അദ്ദേഹം കേട്ടിട്ടുണ്ട്. സോ he had to go very close to see that it was an old man. അപ്പോൾ അദ്ദേഹം വളരെ അടുത്ത് പോയി നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതൊരു ഓൾഡ് മാൻ ആണ്. എ വെരി ഓൾഡ് മാൻ, നല്ല പ്രായമുള്ള ഒരാൾ. പക്ഷേ ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. മഡ് എന്ന് പറഞ്ഞാൽ ചെളിയാണ്. ചെളിയിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ടാണ് അയാൾ കിടക്കുന്നത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മുഖം കാണാൻ കഴിയുന്നില്ല. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ്, അയാൾ വളരെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ട്രെമൻഡസ് എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ്ലി എന്നാണ് കേട്ടോ. വെരി സ്ട്രോങ്ലി, വളരെ നന്നായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. എഫേർട്സ് എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, ശ്രമമാണ് കേട്ടോ. ദ മാൻ കുഡിൻ ഗെറ്റ് അപ്പ്. അപ്പോൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിലും അയാൾക്ക് മുകളിലേക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇംപെഡഡ് ബൈ ഹിസ് ഇനോമസ് വിങ്സ്, അയാളുടെ വലിയ ചിറകുകൾ കാരണം അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വലിയ ചിറകുകൾ അതിന് തടസ്സം നിൽക്കുകയാണ്. ഇംപെഡഡ് എന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുക കേട്ടോ. ഹിൻഡർ, തടസ്സം നിൽക്കുകയാണ്. ദെൻ ഫ്രൈറ്റേൺഡ് ബൈ ദ സൈറ്റ്, ഇത് കണ്ടപ്പോൾ അദ്ദേഹം പേടിച്ചു പോയി. കാരണം ഒരു മനുഷ്യന്, ചിറകുള്ള ഒരു മനുഷ്യൻ, ഇപ്പോൾ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അല്ലേ? ചിറകുള്ള ഒരു മനുഷ്യൻ, അത് സാധാരണ ഒരു മനുഷ്യനായിരിക്കില്ലല്ലോ. അപ്പോൾ ഇത് കണ്ട് പേടിച്ച് ഫെലായോ റാൻ ടു ഗെറ്റ് എലിസെൻഡ കേട്ടോ. ലിസെൻഡ പ്രൊനൗൺസിയേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ലിസെൻഡ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫിന്റെ അടുക്കിലേക്ക് ഓടി. അപ്പോൾ പെലയോയുടെ വൈഫാണ് ലിസെൻഡ. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവർ എന്ത് ചെയ്യുകയായിരുന്നു? രോഗിയായിട്ടുള്ള തൻ്റെ കുട്ടിയുടെ പുറത്ത് കംപ്രസസ് എന്ന് പറഞ്ഞാൽ തുണി, വേദനയുള്ള സ്ഥലത്ത് നമ്മൾ പ്രസ് ചെയ്യുന്ന ഒരു തുണി ഉണ്ടല്ലോ, അതിനെയാണ് കംപ്രസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കംപ്രസേഴ്സ് കൊണ്ട് എന്ത് ചെയ്യാണ്? വേദന അല്ലെങ്കിൽ അസുഖമുള്ള ആളുകളുടെ പുറത്ത് വേദന കുറയുന്നതിന് വേണ്ടി തുണി വെച്ച് അമർത്തുന്നതിനാണ്. നമ്മൾ പനി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ അച്ഛന് നനച്ചു തോർത്താറുണ്ടല്ലോ, അതേപോലെ. അല്ലെങ്കിൽ വേദന വരുന്ന സമയത്ത് ഐസൊക്കെ വെക്കാറുണ്ടല്ലോ. സോ അതേപോലെ ചെയ്യുകയാണ് കേട്ടോ. സോ തൻ്റെ വൈഫിൻ്റെ അടുക്കലേക്ക് അയാൾ ഓടി. ഹി ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. വൈഫിൻ്റെ അടുത്ത് ഓടി വൈഫിനെയും കൊണ്ട് തിരിച്ച് ഈ ഒരു പറമ്പിലേക്ക് വന്നു കേട്ടോ. ആ ഒരു പറമ്പിലേക്ക് വന്നു. ദേ ബോത്ത് ലുക്ക് അറ്റ് ദ ഫാലൻ ബോഡി. അവിടെ വീണ് കിടക്കുന്ന ശരീരത്തിലേക്ക് രണ്ടുപേരും നോക്കി. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. ആ മനുഷ്യന്റെ വസ്ത്രം ഒരു റാക്ക് പിക്കർ, കീറിപ്പറങ്ങിയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ആളുടെ പോലത്തെ വസ്ത്രമാണ്. അപ്പോൾ കീറിപ്പറങ്ങിയ വസ്ത്രമാണ്. റാക്ക് പിക്കർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഡ്രസ്സസ് ഒക്കെ ശേഖരിക്കുന്ന ആളാണ്. അപ്പോൾ ഓൾഡ് ഡ്രസ്സൊക്കെ ശേഖരിക്കുന്ന ആൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം. അപ്പോൾ കീറിപ്പറങ്ങിയ വളരെ പഴയ ഡ്രസ്സാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. ദേ വെയർ ഓൺലി എ ഫ്യൂ ഫെയ്ഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ. അയാളുടെ തലച്ചോറ്, സ്കൾ എന്ന് പറഞ്ഞാൽ തലയോട്ടി കേട്ടോ. ബാൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുടിയില്ലാത്ത അയാളുടെ തലയോട്ടിയിൽ. അപ്പം നല്ല ഉണങ്ങി മെലിഞ്ഞ തലയാണ്. അപ്പം അവിടെ കുറച്ച് മുടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫെയ്ഡഡ് എന്ന് പറഞ്ഞാൽ മങ്ങിയ കുറച്ച് മുടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അയാളുടെ വായിൽ വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ലൈന് നോട്ട് ചെയ്യണം. ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ പഴയ വസ്ത്രമായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. അയാളുടെ തലയിലെ മുടി വളരെ കുറച്ച് മുടി മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് പല്ലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. Then his pitiful condition seemed that of a drenched great grandfather. അയാളുടെ ഈ ഒരു പിറ്റിഫുൾ എന്ന് പറഞ്ഞാൽ സഹതാപം കലർന്ന അല്ലെങ്കിൽ പരിതാപകരമായ അവസ്ഥ കാണുമ്പോൾ അയാൾ ഒരു പഴയ, ഡ്രഞ്ചഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രഞ്ചഡ് എന്ന് പറഞ്ഞാൽ സോക്ക്ഡ്, വെള്ളത്തിൽ കുതിർന്ന എന്നാണ് അർത്ഥം. അപ്പോൾ വെള്ളത്തിൽ നിന്ന് അടിഞ്ഞു വരികയാണ്. അതൊരു ബീച്ച് സൈഡ് കൂടിയാണ് കേട്ടോ. ബീച്ച് സൈഡ് കൂടിയാണ് അവരുടെ പറമ്പ് എന്ന് പറയുന്ന ഒരു ബീച്ച് സൈഡ് കൂടിയാണ്. അപ്പോൾ വെള്ളത്തിൽ വീണ് കുതിർന്നു വന്ന ഒരു പഴയ മുത്തശ്ശൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ മുതുമുത്തശ്ശനെ പോലെയുണ്ട്. ദിസ് ടുക്ക് away any signs of grandeur he might have had. സോ ഇത് കാണുമ്പോൾ അയാൾക്ക് സംഭവിച്ച എന്തോ ഒരു വലിയ കാര്യം, ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം, എന്തോ ഒരു വലിയ കാര്യം അയാൾക്ക് സംഭവിച്ചതുപോലെ തോന്നുന്നുണ്ട്. ദെൻ ഹിസ് ഹ്യൂജ് ബസാർ വിങ്സ്. അയാളുടെ വലിയ ചിറകുകൾ. ബസാർഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രാപിടിയൻ അല്ലെങ്കിൽ വെള്ളപ്പരുന്ത്, പരുന്ത് എന്ന് ഇര പിടിക്കുന്ന വലിയ
പക്ഷികളുണ്ടല്ലോ, അവർക്കുള്ള വിങ്സിനെയാണ് ഹസാർഡ് വിങ്സ് എന്ന് പറയുന്നത്. ഹസാർഡ് ബസാർഡ് ബി ആണ് കേട്ടോ, ബസാർഡ് വിങ്സ്. അയാളുടെ വലിയ ബസാർഡ് വിങ്സ് ഡേർട്ടി, വളരെ വൃത്തിഹീനമായ, അതേപോലെ ഹാഫ് പ്ലക്ഡ്, ആ ചിറകുകളിലെ തൂവലുകൾ പകുതിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും തൂവലുകളൊന്നും ഇല്ല. ആൻഡ് വെയർ എൻടാങ്കിൾഡ് ഇൻ ടു ദ മഡ്, ആ ചിറക് ചെളിയിൽ പൂഴ്ന്നു കിടക്കാണ്. എൻടാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ കെട്ടുപിണയുക എന്നാണ്. അപ്പോൾ കെട്ടുപിണങ്ങി കിടക്കാണ്. അപ്പോൾ ചിറക് ആ ഒരു ചെളിയിൽ കെട്ടുപിണങ്ങി കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ഓൾഡ് മാൻ്റെ ഒരു സാഹചര്യം. സോ ഈ ഒരു പാരഗ്രാഫ് നോട്ട് ചെയ്യണം. ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ ഈ ഒരു പാരഗ്രാഫിൽ നിന്നാണ് നമുക്ക് പോയിന്റുകൾ എടുത്തു വെക്കാനുള്ളത്. അതുകൊണ്ട് ആ ഒരു പാരഗ്രാഫ് അടയാളപ്പെടുത്തി വെക്കുക. ദെൻ ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ്, രണ്ടുപേരും അയാളെ കുറേ നേരം നോക്കി നിന്നു. ആൻഡ് സോ ക്ലോസ്ലി ദാറ്റ് പെലായോ ആൻഡ് ലിസൻഡ വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്. അങ്ങനെ ഒരുപാട് നേരം നോക്കി നിന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ഒരു സർപ്രൈസ് അങ്ങോട്ട് പോയി. സർപ്രൈസിൻ്റെ ആയുസ് വളരെ കുറവാണ് അല്ലേ. നമുക്കൊരു കയ്യിലൊരു പുതിയ മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര കെയർ ചെയ്യും, പിന്നീട് നമ്മൾ ബെഡിലും അവിടെ എവിടെയൊക്കെ കൊണ്ട് വലിച്ചെറിയും. കാരണം ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു കൗതുകം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ കൗതുകത്തിൻ്റെ ആയുസ് കുറവാണ്. അപ്പോൾ കുറച്ച് സമയം ഈ ഒരു മനുഷ്യ രൂപത്തിലേക്ക് നോക്കി നിന്ന സമയത്ത് അവരുടെ സർപ്രൈസ് അങ്ങോട്ട് മാറി. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ, പിന്നെ ഒരു പരിചിതനെ പോലെ അവർക്ക് അയാളെ തോന്നി. ദെൻ ദേ ഡയേർഡ് സ്പീക്ക് ടു ഹിം, പിന്നീട് അയാളോട് സംസാരിക്കാൻ അവർ ധൈര്യം കാണിച്ചു. ഡയേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ധൈര്യം കാണിക്കുക എന്നാണ് കേട്ടോ. ഈ ആൻസേർഡ് ഇൻ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ്, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ. ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ അൺനോൺ ലാംഗ്വേജ് എന്നാണ് കേട്ടോ. അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ലാംഗ്വേജിൽ അയാൾ ആൻസർ ചെയ്യാൻ തുടങ്ങി. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, വളരെ ശക്തമായിട്ടുള്ള ഒരു നാവികന്റെ ശബ്ദത്തിൽ. അപ്പോൾ അയാളുടെ വോയിസ് ഒരു സ്ട്രോങ് സെയിലേഴ്സ് വോയിസ് ആയിരുന്നു. They conclude that he was a lonely castaway from some foreign ship. അപ്പോൾ അവർ മനസ്സിലാക്കിയത് ഏതോ വിദേശത്തെ കപ്പലിൽ നിന്നും, കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോവുക, മുങ്ങി കടൽ തീരത്ത് അടിയുന്നതിനാണ് കാസ്റ്റവേ എന്ന് പറയുന്നത് കേട്ടോ. കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ ഒരാൾ കടലിൽ മുങ്ങി തീരത്ത് അണയുന്നതിനാണ്. അപ്പം അങ്ങനെ ഏതോ ഒരു വിദേശ കപ്പലിൽ നിന്നും കടലിലേക്ക് വീണ് തീരത്തേക്ക് അടിഞ്ഞ ഒരു വ്യക്തിയാണ് അയാളെന്ന് തോന്നി. wrecked by the storm, കൊടുങ്കാറ്റിലേക്ക് പറ്റി കപ്പൽ പൊളിഞ്ഞ് ഇങ്ങോട്ട് വന്നതായിരിക്കും. then they called in a neighbor woman to see him. പിന്നെ ഒരു അയൽവാസി ആയിട്ടുള്ള സ്ത്രീ, നെയ്ബർ എന്ന് പറഞ്ഞാൽ അയൽവാസി ആയിട്ടുള്ള സ്ത്രീയെ അവർ അങ്ങോട്ട് ക്ഷണിച്ചു. all she needed was one look to show them their mistake. അവളെ ഒരു തവണ അതിലേക്ക് നോക്കിയപ്പോൾ തന്നെ അവർക്ക് അവളെ വിളിച്ച് കാണിക്കേണ്ടായിരുന്നു എന്ന് തോന്നി. all she needed was one look to show them their mistake. കാരണം അവൾ ഈ ഒരു മനുഷ്യനിലേക്ക് ഒറ്റ നോട്ടം നോക്കിയപ്പോൾ തന്നെ നിങ്ങൾ കരുതിയത് തെറ്റാണ്, തെറ്റാണെന്ന് പറഞ്ഞാൽ പെലായവും വൈഫും കരുതിയതുപോലെ അയാൾ സെയിലർ അല്ല, ഹീസ് ആൻ ഏഞ്ചൽ, ഇതൊരു മാലാഖയാണ്. അപ്പോൾ നെയ്ബറാണ് ഇയാളൊരു മാലാഖയാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. ഷീ ടോൾഡ്. അപ്പം നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഇയാൾ ഒരു സെയിലറൊന്നുമല്ല, ഒരു മാലാഖയാണ്. ഏഞ്ചൽസിനാണ് വിങ്സ് ഉള്ളത് എന്നാണല്ലോ കരുതപ്പെടുന്നത്. സോ ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫ്രോം ദ ചൈൽഡ്, ഏതോ കുട്ടികളെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. ഏഞ്ചൽസ് മുതിർന്ന ആളുകളുടെ അടുക്കലേക്ക് വരില്ല, കുട്ടികളെ കാണാനാണ് വരുന്നത് എന്നൊക്കെ കഥകളുണ്ടല്ലോ. അപ്പോൾ അതേപോലെ. ബട്ട് ദ പൂർ ഫെലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. അപ്പോൾ ഏതോ ഒരു കുട്ടിയെ കാണുന്നതിന് വേണ്ടി വന്നതായിരിക്കും. പക്ഷേ മഴ പെയ്ത് മഴ ഇയാളെ താഴേക്ക് തെറിപ്പിച്ചിട്ടു. നോക്ക്ഡ് ഹിം ഡൗൺ എന്ന് പറഞ്ഞാൽ തട്ടിത്തെറിപ്പിക്കുക. മഴ പെയ്ത് ആള് താഴേക്ക് വീണ് പോയതാണ് എന്ന് ആ ഒരു നെയ്ബർ വുമൺ പറയാം. ദെൻ ഓൺ ദ ഫോളോയിങ് ഡേ, പിറ്റേ ദിവസം, everyone knew that a flesh and blood angel was held captive in Pelayo's house. ഒരു ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് എന്നാണ് കേട്ടോ. ജീവനുള്ള ഒരു മാലാഖയെ, ഒരു ഏഞ്ചലിനെ പെലായോയുടെ വീട്ടിൽ തടവിലാക്കിയിട്ടുണ്ട്. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ തടവിലടയ്ക്കുക, പ്രിസൺ ചെയ്യുക, ഇംപ്രിസൺ എന്നാണ് കേട്ടോ. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. അപ്പോൾ ഉച്ചയ്ക്കാണ് അവനെ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ വൈകുന്നേരം മുഴുവനും പെലായോ കിച്ചണിൽ നിന്ന് ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ്.
ആംഡ് വിത്ത് ഹിസ് ബൈലിപ്സ് ക്ലബ്. അയാളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ക്ലബ്ബ് എന്ന് വെച്ചാൽ വടിയാണ്, സ്റ്റിക്കാണ് കേട്ടോ. ക്ലബ്ബ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ക്ലബ്ബല്ല, ഇത് സ്റ്റിക്കാണ്. ബൈലീഫ് എന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ നമ്മുടെ തടവുകാരെ നോക്കുന്ന ആളെന്നാണ്. പിള്ളായുടെ ജോലി അതായിരിക്കും, ജയിലിൽ തടവുകാരെ നോക്കുന്ന ജോലിയായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടാകുന്ന വടി അല്ലെങ്കിൽ ലാത്തി അത് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഇയാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. ദെൻ ബിഫോർ ഗോയിങ് ടു ബെഡ്, അവസാനം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്, ചെളിയിൽ നിന്നും അയാളെ വലിച്ചെടുത്തു. കണ്ടില്ലേ, ഇയാൾക്ക് വേണമെങ്കിൽ കണ്ട സമയത്ത് തന്നെ രക്ഷപ്പെടുത്താമായിരുന്നു, പക്ഷെ അയാൾ അത് രക്ഷപ്പെടുത്തിയില്ല. ഇയാൾ എന്താണ് ചെയ്യുന്നത്? കാരണം സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല, ചിറകൊണ്ടുള്ള മനുഷ്യനാണല്ലോ. അപ്പോൾ ഇയാൾ മനുഷ്യനാണോ ഇനി വേറെ എന്തെങ്കിലും ജന്തുവാണോ, നമ്മൾ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു ചിന്തയില്ല, ഒരു ശത്രുവിനെ പോലെയാണ് ഇയാൾ കണ്ടിരുന്നത്. അപ്പോൾ രാത്രി വരെ വെയിറ്റ് ചെയ്തു ഇയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയിട്ട്. അവസാനം രാത്രി ആയപ്പോൾ അവനെ ആ ഒരു ഓൾഡ് മാൻ, അവനെന്ന് വിളിക്കാൻ പറ്റില്ല, ഓൾഡ് മാൻ ഉണ്ടല്ലോ, അപ്പോൾ ഓൾഡ് മാൻ അതിൽ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു. ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. നേരെ കൊണ്ടുവന്ന് ആ കോഴിക്കൂട്ടിൽ കോഴികളോടൊപ്പം അയാളെ ലോക്ക് ചെയ്തു. കണ്ടില്ലേ, എത്ര ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇതിപ്പോൾ മനുഷ്യനല്ല, സാധാരണ ഒരു മനുഷ്യനെ പോലെ അല്ല. നമ്മളത് മനുഷ്യനാണോ ഇല്ലെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഏഞ്ചൽ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോകത്ത് നിന്ന് വന്ന മനുഷ്യനായിരിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, അയാളെ ഒരു തരത്തിലും ജീവനുള്ള ഒരു ജീവി എന്ന രീതിയിൽ പരിഗണിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്ത് ഔട്ട് എ ഫീവർ. അവിടെ ഉണ്ടായിരുന്ന കുട്ടി ആ പനിയില്ലാതെ, ഇപ്പം പനിച്ച് കിടന്ന കുട്ടിയായിരുന്നു അല്ലേ, പനിയൊക്കെ മാറി എഴുന്നേറ്റു. പെലായുടെ കുട്ടി പനിയില്ലാതെ എഴുന്നേറ്റു, പനിയൊക്കെ മാറി എഴുന്നേറ്റു. വിത്ത് എ ഡിസയർ ടു ഈറ്റ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റതാണ്. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്, പിന്നീട് അവർക്ക് എന്തൊക്കെയോ ഒരു ഊർജം കിട്ടിയതുപോലെ തോന്നി. ഒരു പക്ഷേ ഈ ഒരു ഓൾഡ് മാൻ്റെ അപ്പിയറൻസ് കൊണ്ടായിരിക്കാം ആ കുടുംബത്തിന് ഒരു മാഗ്നാനിമസ് എന്ന് പറയാൻ ഒരു വെരി സ്ട്രോങ് എന്ന അർത്ഥത്തിന് കേട്ടോ. They decide to put the angel on a raft with fresh water. അപ്പോൾ തൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയോ ഒരു നന്മ കിട്ടിയതുപോലെ തോന്നിയത് കൊണ്ട് ഈ ഒരു ഏഞ്ചലിനെ, അപ്പോൾ അവർക്ക് ഏഞ്ചൽ ആണെന്നൊരു തോന്നൽ വന്നി. ഒരു ചെറിയ റാഫ്റ്റ്, ഒരു ചെറിയ ചങ്ങാടം, റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ തോണി, ചങ്ങാടം എന്നൊക്കെ അർത്ഥത്തിനാണ്. കുറച്ച് ഫ്രഷ് വാട്ടറും പ്രൊവിഷൻസ് ഫോർ 3 days, 3 ദിവസത്തിന് ആവശ്യമുള്ള ഭക്ഷണവും മറ്റ് സാധനങ്ങളും. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ആവശ്യ സാധനങ്ങൾ. പ്രൊവിഷണൽ സ്റ്റോർസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, പലചരക്ക് കട. അപ്പം ആവശ്യ സാധനങ്ങളൊക്കെ ചേർത്തുകൊണ്ട് 3 ദിവസത്തേക്ക് ആവശ്യമുള്ള വെള്ളവും മറ്റു സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് ചെറിയൊരു ചങ്ങാടത്തിൽ കയറ്റി ഇയാളെ തിരിച്ചു വിടാം എന്നായിരുന്നു അവർ ആദ്യം ആഗ്രഹിച്ചിരുന്നത്. ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്, അയാളുടെ വിധി പോലെ നടക്കട്ടെ. ഒരു പക്ഷെ അയാൾ രക്ഷപ്പെടാം, അല്ലെങ്കിൽ കടലിൽ മുങ്ങി മരിക്കാം. അത് അയാളുടെ വിധി പോലെ നടക്കട്ടെ എന്ന് കരുതിക്കൊണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് ഇയാളെ കടലിലേക്ക് തിരിച്ചയക്കാൻ അവർ ഒരു നിമിഷം ചിന്തിച്ചു. സോ ഈ ഒരു പോയിന്റിൽ അവരുടെ ഭാഗത്ത് നിന്നൊരു നന്മ, അല്ലെ, ഒരു നല്ല ഒരു ഗുഡ്നസ്, നല്ലൊരു പ്രവൃത്തി അവരുടെ ഭാഗത്ത് നിന്ന് വന്നു. പക്ഷെ അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ബട്ട് വെൻ ദേ വെന്റ് ഔട്ട് ഇൻ ദ കോർട്ട്യാർഡ് at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. പക്ഷേ when they went out into the courtyard, അവർ കോർട്ട്യാർഡിലേക്ക് പോകുന്ന സമയത്ത് at the first light of dawn, അപ്പോൾ ഒരു സന്ധ്യാസമയമായിട്ടുണ്ട് അല്ലേ, ഡോൺ എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം. അപ്പോൾ സന്ധ്യാസമയം, ആദ്യ പ്രകാശം വന്ന സമയത്ത് അവർ അങ്ങോട്ട് പോകുമ്പോൾ അവർ കാണുന്ന കാഴ്ച, അയൽപക്കത്തുള്ള എല്ലാവരും അവരുടെ കോഴിക്കൂടിന് മുന്നിൽ ഈ ഏഞ്ചലിനെ ഉപയോഗിച്ച് ഫണ്ണായി നിൽക്കുകയാണ്. അഥവാ അതിനെ കണ്ട് അവർ ഒരു ഫണ്ണ് പോലെ കാണുകയാണ്. സത്യത്തിൽ ആ ഒരു ഓൾഡ് മാൻ്റെ അവസ്ഥ അവർ ചിന്തിക്കുന്നില്ല, വളരെ വളരെ കഷ്ടത അനുഭവിക്കുകയാണ്. പക്ഷെ അത് കണ്ടു നിൽക്കുന്നവർക്ക് ഒരു ഫണ്ണ് പോലെ ആസ്വദിച്ച് നിൽക്കുകയാണ്. സോ ദ വിസിറ്റേഴ്സ് വെയർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ്. ആ ഒരു ഓൾഡ് മാൻ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവരെന്ത് ചെയ്യുന്നു, എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കോപ്പ്, ആ ഒരു കോഴിക്കൂടിൻ്റെ തുറന്ന ഭാഗത്തു കൂടി ഭക്ഷണങ്ങളൊക്കെ ഇറങ്ങി കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ് ആറ്റ് ഇഫ് ഹി വെയർ ഇറ്റ് എ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. അപ്പോൾ അയാളെ ഒരു സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അസാധാരണ മനുഷ്യനോ ജീവിയോ ഒന്നുമല്ല, ഒരു സർക്കസ് ആനിമൽ. നമ്മൾ സൂവിലൊക്കെ പോകുന്ന സമയത്ത് ആനിമൽസിനെ എങ്ങനെയാണോ
ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്, ആനിമൽസിന് നേരെ ചില വികൃതി കുട്ടികൾ എങ്ങനെയാണോ ശബ്ദം ഉണ്ടാക്കുന്നത് അതേപോലെ ഈ വന്ന ആളുകൾ ശബ്ദം ഉണ്ടാക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതായിരുന്നു അന്നത്തെ ദിവസം നടന്ന കാര്യം. The news of the captive angel spread with great rapidity. ഇപ്പോൾ ഈ ഒരു ഏഞ്ചലിനെ കൂട്ടിലടക്കപ്പെട്ടിട്ടുണ്ട്. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ കൂട്ടിലടക്കപ്പെട്ടതെന്നാണ്, അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ട ഏഞ്ചലിന്റെ വാർത്ത വളരെ പെട്ടെന്ന്, റാപ്പിഡിറ്റി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്ലി എന്നാണ് കേട്ടോ, വളരെ വേഗത്തിൽ ആ ഒരു വാർത്ത വളരെ വേഗത്തിൽ പടർന്നു. ആഫ്റ്റർ എ ഫ്യൂ ഹവേഴ്സ്, കുറേ മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. ബസിൽ എന്ന് പറഞ്ഞാൽ സൗണ്ട്, ഒരു മാർക്കറ്റ് പ്ലേസ്, ഒരു ചന്തയിൽ ഉണ്ടാകുന്ന ശബ്ദം അവരുടെ വീട്ടിന്റെ പറമ്പിൽ നിറഞ്ഞു. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ആ ആൾക്കൂട്ടത്തെ, ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പിരിച്ചുവിടുക. അസംബ്ലി ഡിസ്പേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? പിരിച്ചുവിടുക എന്നാണ് ഡിസ്പേഴ്സ്. മോബ് എന്ന് പറഞ്ഞാൽ ക്രൗഡ് എന്ന അർത്ഥത്തിനാണ്. ആ ഒരു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ആണ്. പട്ടാളക്കാരെ തന്നെ വിളിക്കേണ്ടി വന്നു. അത്രത്തോളം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി എന്ന് മാത്രമല്ല, ഈ ഒരു ഓൾഡ് മാനെ വളരെ പരിഹസിക്കുന്ന രൂപത്തിൽ, അതിനെ വളരെയധികം ഹരാസ് ചെയ്യുന്ന രീതിയിൽ വന്നു. They got the idea of fencing in the yard. അപ്പൊ ഇത് ഇത്രയായപ്പോൾ പെലായോ ചിന്തിച്ചു, നമുക്ക് നമ്മുടെ പറമ്പിൽ എന്ത് ചെയ്യാം, ഒരു ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വേലി കെട്ടാം, ഒരു മതിൽ കെട്ടാം. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അപ്പൊ അവരുടെ മനസ്സ് മാറിയ കണ്ടോ, അവർ ഇയാളെ ഒരു റാഫ്റ്റിൽ കയറ്റി കടൽ കടത്താമെന്നായിരുന്നു ചിന്തിച്ചത്. പക്ഷെ ആളുകൾ ഇതിനെ കാണാൻ വേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊരു പൈസ നേടാനുള്ള ഒരു മാർഗമായിട്ട് അവർ അതിനെ കണ്ടു. അപ്പോൾ ഒരു 5 സെന്റ്, എത്ര സെന്റാണ്? 5 cents. അത് അവിടുത്തെ ഒരു നാണയമാണ് കേട്ടോ, അന്നുണ്ടായിരുന്ന ഒരു നാണയമാണ്. 5 സെന്റ് ഈടാക്കിക്കൊണ്ട് 5 രൂപ എന്നൊക്കെ പറയുന്നത് പോലെ ആളുകളെ പൈസയ്ക്ക് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി. സോ ദ ക്യൂരിയോസ് കെയിം ഫ്രം ഫാർ അവേ. ഇപ്പൊ ഈ ഒരു ജീവിയെ കാണാനുള്ള ആകാംക്ഷ കാരണം വളരെ വിദൂരത്തു നിന്ന് പോലും ആളുകൾ വന്നു തുടങ്ങി. The most unfortunate invalids on earth came in search of health. സോ ഇതിനെ ഈ ഒരു ഓൾഡ് മാനെ പല രീതിയിലായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. വളരെ ദൗർഭാഗ്യവാന്മാരായ ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ സിക്ക്, അസുഖമുള്ള, ഈ ലോകത്ത് വളരെയധികം ദൗർഭാഗ്യമുള്ള അസുഖമുള്ള ആളുകൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ ഒരു ഏഞ്ചലിന്റെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ ഏഞ്ചലിനെ പോലെ കണ്ട ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വിഷമങ്ങൾക്ക് പരിഹാരമായിട്ട്, ഒരു രോഗങ്ങൾക്ക് ശമനം കിട്ടാനാണ് ഈ ജീവിയെ കാണാൻ വേണ്ടി വന്നിരുന്നത്. ദെൻ പെലായോ ആൻഡ് എലിസെൻഡ were happy with fatigue. അവർക്ക് വളരെ സന്തോഷമായി. കുറച്ച് തളർച്ചയൊക്കെ ഉണ്ടെങ്കിലും, കാരണം ഈ ഒരു ആളുകളെ നിയന്ത്രിക്കണം, ക്രൗഡിനെ നിയന്ത്രിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ച് ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ തളർച്ച ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഹാപ്പി ആയിരുന്നു. ഇൻ ലെസ് ദാൻ എ വീക്ക് they had crammed their rooms with money. ഒരാഴ്ച പോലും ആയില്ല അവരുടെ റൂം മുഴുവനും പണം കൊണ്ട് കുന്നുകൂടി. ക്രാംഡ് എന്ന് പറഞ്ഞാൽ കുന്നുകൂടുക, പണം കൊണ്ട് കുന്നുകൂടി, അത്രയ്ക്ക് കാശ് കിട്ടി. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് their turn to enter reached beyond the horizon. ഹൊറിസോൺ എന്ന് പറഞ്ഞാൽ ചക്രവാളങ്ങൾക്കും അപ്പുറം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടകർ എന്നാണ് കേട്ടോ. പിൽഗ്രിംസ് ഈ ഒരു ഏഞ്ചലിനെ കാണാൻ വേണ്ടി വന്നു. ഓക്കെ അല്ലേ? സോ തൽക്കാലം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പാഠഭാഗം ഒറ്റ ക്ലാസ് ആയിട്ട് ഞാൻ ചെയ്യാത്തത്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബോറിംഗ് ആയിട്ട് തോന്നും. സോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി എന്താണ് ഈ ഒരു വീട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നന്നായിട്ട് ഓർത്ത് വെക്കുക. പുതിയ ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും goodbye and good wishes.